മൂന്ന് നായന്മാരുടെ വിളയാട്ടമാണ് ഇനി നമ്മൾ കോൺഗ്രസിൽ കാണാൻ പോകുന്നത്. ഡൽഹി നായർ സ്വദേശി നായരായി അവതരിക്കും. ഹരിപ്പാട്ട് നായരെ ഡൽഹി നായരായി കയറ്റി അയക്കും. ഒടുവിൽ പറവൂർ നായരെ KPCC പ്രസിഡന്റായി അവരോധിക്കും. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം അവസാനിപ്പിക്കാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിനെ ഒഴിവാക്കിയേ പറ്റൂ. ഡൽഹിയിൽ പറ്റിപ്പിടിച്ച് കിടന്നിട്ട് വരുന്ന 25 വർഷത്തേക്ക് പോലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് KC വേണുഗോപാലിനാണ്. മുഖ്യമന്ത്രി എങ്കിൽ മുഖ്യമന്ത്രി കിട്ടുന്നതാകട്ടെ, ആ ലൈനിലാണ് വേണുഗോപാൽ ഇപ്പോൾ. വേണുഗോപാലിന്റെ സ്ഥാനത്ത് ഹരിപ്പാട് നായരെ നിയോഗിച്ചാൽ അയാളെ ഒതുക്കാം. ഡൽഹിയിൽ പകരം വയ്ക്കാൻ അതിലും നല്ലൊരാളെ കിട്ടാനുമില്ല. സണ്ണി ജോസഫ് മന്ത്രിയാകുന്ന ഒഴിവിൽ KPCC പ്രസിഡന്റ് സ്ഥാനം പറവൂർ നായർക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം പൂർത്തിയാകും. കോൺഗ്രസിനെ മൊത്തം ബാധിച്ചിരിക്കുന്നത് മോക്ഷം കിട്ടാത്ത ശാപമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊന്നിനും സമ്മതിക്കുന്നില്ല. അവരുടെ ആത്മാക്കൾ PT ചാക്കോ, K കരുണാകരൻ, ഉമ്മൻചാണ്ടി, ഈ 3 പേരും ഇവന്മാരെ ഒരു വഴിക്കാക്കിയിട്ടേ അളന്നു. 1960 മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്ന PT ചാക്കോയെ അതിവിദഗ്ധമായി ഒതുക്കിയാണ് കോൺഗ്രസിൽ ഗ്രൂപ്പുകളെ ആരംഭിച്ചത്. ഒടുവിൽ ആ മഹാനായ വ്യക്തി ഹൃദയം പൊട്ടി മരിച്ചു. രാഷ്ട്രീയം കളിച്ചുള്ളത് മുഴുവൻ കയ്യിൽ നിന്നും ചെലവാക്കി കുടുംബത്തിനൊന്നും നീക്കി വയ്ക്കാനാകാതെ ഉപജീവനത്തിന് വേണ്ടി അറിയാവുന്ന വക്കീൽ പണി ചെയ്യുന്നതിന് മലബാറിലേക്ക് മല കയറുമ്പോൾ വീണു മരിച്ച ആ മനുഷ്യന്റെ ആത്മാവ് ഇവിടം വിട്ടു പോകുമെന്ന് തോന്നുന്നില്ല. അടുത്തത് K കരുണാകരൻ. 1967 നശിച്ച് നാരായണക്കല്ല് പിടിച്ച കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയ കരുണാകരൻ 70കളുടെ അവസാന പാതിയിൽ കൈകൊടുത്ത് പിടിച്ചു കയറ്റിക്കൊണ്ടുവന്നതാണ് രമേശൻ നായർ. 80-82 കാലഘട്ടത്തിൽ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഒരു ഹോട്ടലിലായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. സംസ്ഥാന തലത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ പിറകിൽ ഒതുങ്ങി നിന്നിരുന്ന, കയ്യും കെട്ടി നോക്കി നിന്നിരുന്ന രമേശൻ നായരെ ഇന്നും ഓർക്കുന്നവരുണ്ട്. ഒടുവിൽ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരന് തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് വെച്ച് ഒരു കാർ അപകടം ഉണ്ടാകുന്നു. അതിന്റെ പിറ്റേന്ന് തിരുത്തൽവാദം പറഞ്ഞ് പുറത്തിറങ്ങി. ഒടുവിൽ ദേശസ്നേഹിയായ ആ മനുഷ്യനെ ദേശദ്രോഹ കുറ്റത്തിന് പുറത്താക്കി. ചാരക്കേസ് സൃഷ്ടിച്ച പുറത്താക്കപ്പെട്ടവരിൽ കരുണാകരൻ ഒഴിച്ച് മുഴുവൻ പേർക്കും തൽസ്ഥാനം തിരിച്ചു കിട്ടി. എന്നിട്ട് കലി തീരാഞ്ഞിട്ട് K കരുണാകരനെ പാർട്ടിയിൽ നിന്ന് പോച്ച് പുറത്താക്കി. അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവ് ഇവിടം വിട്ടു പോയി കാണുമെന്ന് തോന്നുന്നില്ല. ഇതിനെല്ലാം കൂട്ടുനിന്ന ഉമ്മൻചാണ്ടി ഒടുവിൽ മുഖ്യമന്ത്രിയായി. ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ച് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രമേശൻ നായർ കാണിച്ച വിക്രികളൊന്നും ആരും മറക്കാൻ സമയമായിട്ടില്ല. ഒടുവിൽ ഒരു സ്ത്രീയുമായി അനുചിതമായ ബന്ധം വരെ കെട്ടിച്ചമച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ 3 പേർക്ക് മനുഷ്യ സഹജമായ പല ബലഹീനതകളുണ്ടെങ്കിലും അവരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരുന്ന ബലഹീനതകളൊന്നും ഉണ്ടായിരുന്നവരല്ല. പ്രത്യേകിച്ച് PT ചാക്കോയോട് കാണിച്ചത് തനി നെറികേടായിരുന്നു. PT ചാക്കോയുടെ കാറിൽ ഒരു സ്ത്രീയെ തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കയറ്റിവിട്ടത് തന്നെയാണ്. ഒടുവിൽ അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചു. നിയമസഭയുടെ രേഖകൾ പരിശോധിച്ചാൽ ഒരു കാര്യം കൂടി മനസ്സിലാവും. ഒരു നിയമസഭ അംഗം മരണപ്പെട്ടാൽ അടുത്ത ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലെ ആദ്യ ദിനം മറ്റ് കാര്യപരിപാടികളെല്ലാം ഒഴിവാക്കി മരണമടഞ്ഞ അംഗത്തിന് അനുശോചനം രേഖപ്പെടുത്തി പിരിയും. എന്നാൽ PT ചാക്കോയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ല. അന്ന് മലബാറിൽ നിന്നുള്ള പ്രഹ്ലാദൻ ഗോപാലൻ ശക്തമായി പ്രതികരിച്ചതിന്റെ ഫലമായി 2ാം ദിനം നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു അനുശോചനം നടത്തി. PT ചാക്കോ എന്ന മഹാനായ മനുഷ്യനോട് വീണ്ടും ചില വൃത്തികേടുകൾ കാണിച്ചത് പറയാതെ പോകുന്നത് ശരിയല്ല. തൃശ്ശൂർ വെച്ച് കൈവണ്ടിക്ക് കാർ തട്ടി അപകടമുണ്ടായി ആക്ഷേപം പുറത്തു വന്ന ഉടനെ രാജിവെക്കാൻ അദ്ദേഹം സന്നദ്ധത അറിയിച്ചതായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും രാജിവെക്കേണ്ട കാര്യമില്ലെന്നും അതിന്റെ വഴിക്ക് വിടണമെന്നും മുഖ്യമന്ത്രി R ശങ്കർ ഉപദേശിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് രാജി ചോദിച്ചു വാങ്ങുകയും ചെയ്തു. ജനമധ്യത്തിൽ അപമാനിക്കുവാൻ ഇതിൽ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ലായിരുന്നു. അദ്ദേഹത്തെ അപമാനിക്കാവുന്നതിന്റെ പരമാവധി അപമാനിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു. ഏറ്റവും കുറഞ്ഞത് ഈ 3 പേരുടെ ആത്മാക്കളെങ്കിലും വെള്ളിയാങ്കുന്നിൽ തുമ്പികളായി പറന്നു നടക്കുന്നുണ്ടാകാം. അവരോട് ചെയ്ത ചതിക്ക് മറുകൃതി ചെയ്യാതെ ആത്മസംതൃപ്തി അടയുമെന്ന് തോന്നുന്നില്ല. ഓരോ കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രവൃത്തി ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ്.